ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിക്കുന്നതിന് മുൻപ് നവീൻ ബാബു PP ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സാക്ഷിമൊഴി. യാത്രയപ്പിന് ശേഷം ADMഉം താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് കണ്ടെന്നും മൊഴി നൽകിയത് PP ദിവ്യയുടെ ബന്ധു പ്രശാന്ത് TV ആണ്. കളക്ടറുടെ മൊഴിയും പൂർണ്ണമായി നവീൻ ബാബുവിനെതിരെയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇതിലിപ്പോൾ PP ദിവ്യ പറയുന്നതിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണോ? കുറ്റപത്രത്തിൽ എന്താണുള്ളത്? അനുജ, ഈ കുറ്റപത്രത്തിലെ പൂർണ്ണ വിവരം അതോടൊപ്പം തന്നെ കുറ്റപത്രത്തിന്റെ പൂർണ്ണ പകർപ്പ് ലഭിച്ചതോടെയാണ് ഇതിലെന്തൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ നേരത്തെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. അതിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ള PP ദിവ്യക്കെതിരായിട്ടുള്ള ബിനാമി ഇടപാട്, അതായത് ഈ വിവാദ പെട്രോൾ പമ്പിന് NOCക്കായി അപേക്ഷ നൽകിയിട്ടുള്ള TV പ്രശാന്തനും PP ദിവ്യ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു നെക്സസ് അതിൽ പ്രവർത്തിച്ചെന്നും അതിൽ ബിനാമി ഇടപാടാണ്, അതിനുവേണ്ടിയാണ് PP ദിവ്യ ഇടപെട്ട് എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് ശേഷം TV പ്രശാന്തൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യാജ പരാതികൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വിജിലൻസിനും താൻ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു എന്ന തരത്തിൽ ചില പരാതികൾ ഉയർത്തിക്കൊണ്ടുവന്നത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതൊന്നും അന്വേഷണ പരിധിയിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല, അങ്ങനെ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് കുറ്റപത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കുറ്റപത്രത്തിൽ ഇല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കുറ്റപത്രത്തിലുള്ളതാവട്ടെ ഈ കേസിൽ PP ദിവ്യക്ക് അനുകൂലമായ പഴുതുകളുള്ള മൊഴികളും പരാമർശങ്ങളും മാത്രമാണ് കുറ്റപത്രത്തിലുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നേരത്തെ തന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ജില്ലാ കളക്ടറുടെ മൊഴിയാണ്. ഈ യാത്രയപ്പ് പരിപാടിക്ക് ശേഷം ജില്ലാ കളക്ടർ ചേംബറിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ നവീൻ ബാബു ആ ചേംബറിലേക്ക് വന്ന് തനിക്ക് തെറ്റുപറ്റി എന്ന് സംബന്ധിച്ച് കുറ്റസമ്മതം നടത്തി എന്നതായിരുന്നു കളക്ടറുടെ പ്രധാനപ്പെട്ട മൊഴി. അങ്ങനെ കുറ്റസമ്മതം നടത്തിയിരുന്നു എന്ന് കളക്ടർ പറഞ്ഞിരുന്നു. ആ മൊഴി ഈ കുറ്റപത്രത്തിൽ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി കൂടി പുറത്തു വരുന്നത്, മൊഴിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. PP ദിവ്യയുടെ ബന്ധുവായിട്ടുള്ള അഴീക്കോട് സ്വദേശി പ്രശാന്ത് TV എന്ന വ്യക്തിയാണ് നവീൻ ബാബു അവസാനമായി കണ്ടത് എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അത് നേരത്തെ തന്നെ നവീൻ ബാബു അവസാനമായി കണ്ടതാരാണ് അല്ലെങ്കിൽ സംസാരിച്ചത് ആരാണെന്ന് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിന്നിരുന്നത്. അതിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തുന്നത് അത് PP ദിവ്യയുടെ ഒരു ബന്ധുവാണ്. അത് തന്നിലൂടെ ഈ പ്രശാന്ത് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് തന്നിലൂടെ PP ദിവ്യയുടെ ബന്ധുവാണ് താൻ. അത് നേരത്തെ തന്നെ നവീൻ ബാബുവിന് അറിയാം. തന്നിലൂടെ PP ദിവ്യയെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നവീൻ ബാബു നടത്തി. അതിൻ്റെ ഭാഗമായി അന്ന് യാത്രയപ്പ് പരിപാടി നടന്ന അന്ന് വൈകിട്ട് കളക്ടറേറ്റിലേക്ക് ആദ്യം വിളിച്ചു വരുത്തി. അതിനുശേഷം കളക്ടറേറ്റിൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് ക്വാർട്ടേഴ്സിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ക്വാർട്ടേഴ്സിലെത്തി അവർ സംസാരിച്ചു, ക്വാർട്ടേഴ്സിന് സമീപം എത്തി അവർ സംസാരിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മൊഴിയിൽ നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും ഇത്തരം മൊഴികളെല്ലാം PP ദിവ്യക്ക് അനുകൂലമാണ്, PP ദിവ്യക്ക് പഴുതുകൾ തുറന്നു നൽകുന്നതാണ്. എന്നാൽ മറുവശത്ത് നേരത്തെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള അത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരന്വേഷണവും നടന്നിട്ടില്ല എന്ന് കുറ്റപത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അനുജ, ADM നവീൻ ബാബുവിന്റെ മരണത്തിലാണ് കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ നൽകിയത്.